തുടക്കത്തിൽ പറഞ്ഞതുപോലെ 3 പതിറ്റാണ്ട് മുമ്പ് 1991 മെയ് 18-നാണ് സൊമാലിലാൻഡ് എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടത്. പ്രധാനമായും 3 കാരണങ്ങളായിരുന്നു അന്ന് പുതിയൊരു രാജ്യത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. കോളനി ഭരണകാലത്തെ വ്യത്യാസമായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത്. ഇന്നത്തെ സൊമാലിലാൻഡ് ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടന്റെ കോളനിയും മൊഗാദിഷ് ഉൾപ്പെടുന്ന തെക്കൻ സൊമാലിയ ഇറ്റലിയുടെ കോളനിയുമായിരുന്നു. 1960-കളിൽ ഇവ രണ്ടും ഒന്നായെങ്കിലും ഭരണപരമായ വ്യത്യാസങ്ങൾ അപ്പോഴും നിലനിന്നു. ഈ വ്യത്യാസമാണ് പിന്നീട് പുതിയൊരു രാജ്യത്തിന്റെ പിറവിയിലേക്ക് നയിച്ചത്. ഇതോടൊപ്പം 1969-ൽ സൊമാലിയയിൽ അധികാരം പിടിച്ചെടുത്ത സൈനിക മേധാവി സിയാദ് ബാരെ ഇന്നത്തെ സൊമാലിലാൻഡ് ഉൾപ്പെടുന്ന പ്രദേശത്തെ ഗോത്ര വിഭാഗക്കാരോട് ചെയ്ത ക്രൂരതകളോടുള്ള പ്രതിഷേധവും പുതിയ രാജ്യത്തിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട്. കൂടാതെ സിയാദ് ബാരയുടെ ഭരണം അവസാനിച്ചതോടെ ആരംഭിച്ച ആഭ്യന്തര യുദ്ധവും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുമെല്ലാം പുതിയ രാജ്യത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. രൂപീകരിക്കപ്പെട്ട് ഇത്ര കാലമായിട്ടും സ്വന്തമായി പാസ്പോർട്ടും കറൻസിയും ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനവുമെല്ലാം ഉണ്ടായിട്ടും UN അംഗത്വമുള്ള ഒരു ലോകരാജ്യവും ഇതുവരെ സൊമാലിലാൻഡിനെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ 2025 ഡിസംബർ അവസാനത്തോടെ ഇസ്രായേൽ ഈ രാജ്യത്തെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഈ നീക്കത്തെ അത്ര നിഷ്കളങ്കമായി കാണാനാകില്ല. സൊമാലിലാൻഡിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ഇസ്രായേലിന്റെ ഈ നീക്കത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ യുദ്ധ താല്പര്യങ്ങളുണ്ടെന്ന് നിസ്സംശയം പറയാനാകും. ജിയോഗ്രഫിക്കലായി ചെങ്കടലിന്റെയും ഏദൻ ഗൾഫിന്റെയും ഇടയിലാണ് സൊമാലിലാൻഡിന്റെ സ്ഥാനം. ആഗോള വ്യാപാരത്തിനും സുരക്ഷയ്ക്കും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണിത്. മേഖലയിലെ ഹൂത്തി വിമതരുടെയും ഇറാന്റെയും സ്വാധീനം പ്രതിരോധിക്കാൻ സൊമാലിലാൻഡുമായുള്ള ബന്ധം സഹായിക്കുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അവിടെ സൈനികമോ സാങ്കേതികമോ ആയ സാന്നിധ്യം ഉറപ്പിക്കുന്നത് വഴി ചെങ്കടൽ മേഖലയിൽ കൂടുതൽ നിരീക്ഷണം നടത്താനും ഇസ്രായേലിന് സാധിക്കും.